നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു വനക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും അതിർത്തി പ്രദേശം എന്ന് തന്നെ പറയാം, അരിപ്പ വനമേഖലയിലാണ്. അപ്പോൾ അരിപ്പ വനമേഖലയിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വനത്തിനുള്ളിൽ നിന്നല്ല ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഇത് നമ്മൾ അരിപ്പയുടെ ചില ഭാഗങ്ങളാണ്. അരിപ്പ വനത്തിൽ പോകാനായിട്ട് നേരത്തെ ബന്ധപ്പെട്ടാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് അരിപ്പയിൽ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, അതുപോലെ ബേഡ്സ് വാച്ചിങ് ഏരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ പോകാം. ഇതിപ്പോൾ അരിപ്പ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ്. ഞാൻ തോട്ടമാവ് കോളനിയിലേക്ക് പോവാണ്. അപ്പോൾ ദൃശ്യം കണ്ടുകൊണ്ട് മനോഹരമായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പകർത്തുകയാണ്. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഒരു ബേഡ്സ് വാച്ചിങ് സാഞ്ചുറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ ബന്ധപ്പെട്ട് ട്രക്കിങ്ങിനുള്ള അനുമതി മേടിക്കുക. നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. കാഴ്ചകൾ കാണാം. അരിപ്പ വനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. കാരണം ഏത് സമയത്തും ഏത് വന്യമൃഗവും എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആനയും കാട്ടുപോത്തും കടുവയും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർഫാൾസ് എന്ന് പറയാൻ പറ്റത്തില്ല, വെള്ളം ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നൊരു സ്ഥലമുണ്ട്. കുറേയൊന്നും ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുളിക്കുന്നതും വാഹനങ്ങൾ കഴുകുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കാരണം ഇവിടെ അങ്ങോട്ട് ഉൾ വനപ്രദേശമാണ്. കാരണം അരിപ്പ വനം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഫോറസ്റ്റ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള സ്ഥലമാണ്. വളരെ നിബിഡ വനപ്രദേശമാണ്. വന്യമൃഗങ്ങളുടെ ഭയങ്കരമായ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഞാൻ വന്നപ്പോൾ ആനകൾ പിണ്ടമിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. എന്തെങ്കിലും ഞാൻ ആ യാത്രയിൽ ആ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാട്ടാറിൻ്റെ ശബ്ദവും വനത്തിൻ്റെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിൽക്കുന്നത് ഇച്ചിരി റിസ്ക്കാണ്. കാരണം ഏത് നിമിഷം ഏത് സ്ഥലത്തുകൂടി ആനയും കാട്ടുപോത്തും എല്ലാം ഇറങ്ങി വരുന്നൊരു സ്ഥലമാണ്. വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം, വളരെ മനോഹരമായ ഒരു വനപ്രദേശം. അപ്പോൾ നമ്മുടെ അരിപ്പ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകാം. അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ട്രെക്കിംഗ് ഒക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ മൈക്കൊന്നും വെച്ചിട്ടില്ല, കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും ഈ വനത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങോട്ട് ഭയങ്കര ഡേഞ്ചർ ഫോറസ്റ്റാണ്. ആനകൾ ഇഷ്ടംപോലുണ്ട്, അതുപോലെ തന്നെ കാട്ടുപോത്തുമുണ്ട്. ഏത് നിമിഷവും നമുക്ക് ഈ വന്യമൃഗങ്ങളുടെ മുന്നിൽപ്പെടുന്ന ഒരു ഭാഗമാണ്. ഓട്ടമാവ് കോളനി ഇപ്പോൾ വന്നതാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലൂടെ എനിക്ക് പോകേണ്ടത്. ഞാൻ മാറി ഇതുവഴി വന്നതാണ്. എന്തൊക്കെയാലും നമുക്ക് ഈ അരിപ്പ വനം എന്ന് പറയുന്നത് ഒരു വനസഞ്ചാരിക്ക് എത്ര കണ്ടാലും മതിവരാത്ത സ്ഥലമാണ് അരിപ്പ. അരിപ്പ വനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബേഡ്സ് വാച്ചിങ് സാഞ്ചുറി കൂടിയാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളെ ഇവിടെയൊക്കെ സാഞ്ചുറി കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ അപൂർവ ഇനം പക്ഷികൾ മാത്രമല്ല, മറ്റ് ജൈവ വൈവിധ്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്കൊന്ന് ഓടി പോയിട്ട് തിരിച്ചു പോകാം. ഓട്ടമാ കോളനി ഇങ്ങോട്ടല്ല എന്ന് ഇവിടെ വന്നൊരു വാച്ചർ പറഞ്ഞ്, അപ്പോൾ അപ്പുറത്തെ സൈഡിലൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പരിസ്ഥിതി പഠന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പശ്ചിമഘട്ടത്തിലെ ഒരു വനപ്രദേശമാണ് അരിപ്പ വനപ്രദേശം. ഏഷ്യയിലെ ഏറ്റവും വലിയ ചതുപ്പ് പ്രദേശങ്ങളിലൊന്നായ ശാസ്താനടയോട് ചേർന്ന് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലാണ് അരിപ്പ വനപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രദേശം. അപൂർവ ഇനം പക്ഷികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തൊക്കെയാലും നിങ്ങൾക്ക് അരിപ്പ അമ്മയമ്പലം ഒക്കെ കാണണമെങ്കിൽ പൗർണമി ദിവസം വരണം. അല്ലെങ്കിൽ തന്നെ അരിപ്പയിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. മനോഹരമായ വനപ്രദേശമാണ്. എപ്പോഴും വന്യമൃഗങ്ങൾ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം. വനത്തിനുള്ളിലൊക്കെ ട്രക്കിംഗ് ഒക്കെ അനുവദനീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരിപ്പയിൽ കുറച്ച് ബേഡ്സ് വാച്ചിങ് ഒക്കെ നടത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഏതായാലും നിരപ്പായിട്ടുള്ള വനമേഖലയായതിനാൽ പക്ഷികളെ കാണാനും നിരീക്ഷിക്കാനും കഴിയുന്ന ഒരു ട്രക്കിംഗ് മേഖലയാണ് കേട്ടോ. അരിപ്പയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിരാവിലെയും വൈകിട്ടുമൊക്കെ നല്ല കോടമഞ്ഞിങ്ങനെ വനപാതയിൽ മൂടിക്കിടക്കും. ഞാനൊരു നട്ടുച്ച സമയത്താണ് വന്നത്, എങ്കിൽ പോലും ആ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. നല്ല തണുത്ത വെള്ളം. ഇവിടെ നിന്ന് കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു പരിപാടി നടക്കില്ല, കണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുളിക്കുകയോ വാഹനങ്ങൾ കഴുകുകയോ ഒന്നും ചെയ്യരുത്. വെള്ളമൊക്കെ കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. വനത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ ഈ വനപ്രദേശത്തുണ്ട്. അത്യപൂർവമായ കേഴയും അതുപോലെ തന്നെ മറ്റുള്ള മാനുകളും കാട്ടുപോത്തും ആനയും പുലിയും കടുവയും എല്ലാം ഉള്ള വനപ്രദേശമാണ്. നിബിഡ വനമേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്കൊക്കെ പോകണമെങ്കിൽ ഫോറസ്റ്റിന്റെ പെർമിഷൻ വേണം. അപ്പോൾ നമുക്ക് ഈ മക്കാച്ചിക്കാട് എന്ന് പറയുന്ന പക്ഷി വൈവിധ്യമൊക്കെ ഇവിടെ കണ്ടെത്തിയ ഒന്നാണ്. ശ്രീലങ്കൻ ഫ്രോഗ് മൗത്തിനെ ആദ്യമായി പക്ഷി നിരീക്ഷകർ കണ്ടെത്തിയ സ്ഥലമാണ് അരിപ്പ വനം. അതുപോലെ മലബാർ വേഴാമ്പൽ, മരപ്പട്ടി, താടിക്കാരൻ, വേലിത്തത്ത, കാട്ടുമൂങ്ങ, ചാരത്തലയൻ ബുൾബുൾ, ചാരത്തലയൻ മീൻപരുന്ത്, മേനിപ്പൊന്മാൻ, കാട്ടുപൊടിപ്പൊന്മാൻ, കിന്നരിപ്പരുന്ത്, മീൻകൂമൻ, മേനിപ്രാവ്, കോഴിവേഴാമ്പൽ, ഉപ്പൻകുയിൽ, കാട്ടുതത്ത തുടങ്ങിയ 270-ലേറെ പക്ഷിവർഗ്ഗങ്ങൾ അരിപ്പയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർമാർക്ക് പെർമിഷനൊക്കെ എടുത്തു പോയാൽ ചാകര തന്നെയാണ്. ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ് അരിപ്പ വനമേഖല. അതുപോലെ കുളിരേറ്റ് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പെർമിഷനൊക്കെ എടുക്കണം. അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. ആനയുടെയും കാട്ടുപോത്തിന്റെയും ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ള ഒരു വനപാതയാണിത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു പോവുക.
ആനകൾ വന്ന് കണ്ടില്ലേ, മുളയൊക്കെ അടിച്ചു പൊട്ടിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് പോയിരിക്കുന്നത്. അവിടെ നിന്ന് താളം ചവിട്ടി നിന്ന് പിണ്ടമൊക്കെ ഇട്ടാണ് പോകുന്നത്. കുട്ടിയാനയും വലിയ ആനയും എല്ലാം ഉണ്ട്. അതിനുശേഷം നമുക്ക് കാഴ്ചകൾ കാണണമെങ്കിൽ മുന്നോട്ട് പോയാൽ പോട്ടമാവ് കോളനി വഴി നമുക്ക് ശാസ്താ മഠയിലേക്ക് പോകാം. ഒറ്റയ്ക്കൊന്നും പോകണ്ട കേട്ടോ. ഞാൻ പക്ഷേ ഒരു ഏകാന്ത സഞ്ചാരിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന വഴിയാണ് അരിപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഫോറസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന സ്ഥലമൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആനകൾ കുത്തനെ ഇറങ്ങി വരുന്നൊരു വഴിയാണ്. കാരണം ഇതിലേക്കൂടെ ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന ആൾക്കാർ മാത്രം, അതുപോലെ അവിടുത്തെ ട്രെയിനിങ് വിദ്യാർത്ഥികൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ഡേഞ്ചർ സ്പോട്ടാണ്. കാരണം ഇവിടെ അധികം ആരും വരാത്തൊരു സ്ഥലമാണ്. എങ്കിലും കുറച്ച് കാഴ്ചകൾ കാണിക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ഒന്ന് നല്ല അപ്പുറത്തൊരു പോട്ടമാവ് കോളനിയിലേക്ക് പോകാനായിട്ട് ഞാൻ വന്നത്. അപ്പോൾ ആ കോളനിയിലേക്ക് പോയിട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അതിന് മുമ്പാണ് അരിപ്പ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആനകളിങ്ങനെ മേഞ്ഞേക്കെന്ന് പറഞ്ഞു. കാട്ടുപോത്ത് ആനയൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകളുണ്ട്. ആനകൾ കുത്തിപ്പൊളിച്ച് സെറ്റാക്കിയിട്ടേക്കുന്ന സ്ഥലം കണ്ടോ. പോലെ തീറ്റയുള്ള സ്ഥലമാണ് കേട്ടോ ഈ അരിപ്പ വനം എന്ന് പറയുന്നത്. അത് തന്നെ അപൂർവമായ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു പ്രധാന സ്ഥലം കൂടിയാണ്. പിന്നെ ഇഷ്ടം പോലെ മുളയും അതുപോലെ ആനയ്ക്ക് തിന്നാനുള്ള ഈറ്റയും അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ ഏത് സമയത്തും ആനയോ കാട്ടുപോത്തോ ഒക്കെ ചാടി ഇറങ്ങി വരാം. ദേ രാത്രി തന്നെ പോയ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്, കണ്ടില്ലേ. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ലൊക്കേഷനാണ്. എല്ലാം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്പോട്ടാണ്. ആനകൾ ഇറങ്ങി പോയേക്കുന്നുണ്ട്. ആനയും കാട്ടുപോത്തും അതുപോലെ എല്ലാ വന്യജീവികളും ഉള്ള സ്ഥലമാണ് അരിപ്പ വനം എന്ന് പറഞ്ഞാൽ. ഏത് സമയത്തും വന്യമൃഗങ്ങൾ വന്ന് നമ്മുടെ മുന്നിൽപ്പെടാം. അതുകൊണ്ട് സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ട സ്ഥലമാണ്. പക്ഷേ നമ്മളിപ്പം റോഡിൽ കൂടിയാണ്, വനത്തിനുള്ളിലല്ല. നമുക്കൊരു ട്രെക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു ദിവസം ഈ വനത്തിൻ്റെ ഉള്ളിൽ പോകണം. ഇവിടെ കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഇതുവഴി എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ്. ഇങ്ങനെ രാത്രിയായി റോഡ് മൊത്തം ആനയും കാട്ടുപോത്തും ആണെന്നാണ് കുറച്ച് പേര് പറഞ്ഞത്. താഴെ ഒരു കോളനിയൊക്കെ ഉണ്ട്, മേലോട്ട് പോകണം, പോട്ടമാവ് കോളനി. ഇതൊക്കെ അവരിറങ്ങി കണ്ടോ പോകുന്ന സ്ഥലങ്ങളാണ്. നല്ല അടിപൊളി നിബിഡ വനമേഖലയാണ്. ഇങ്ങനെ അഥർവവേദത്തിലെ ബോർഡുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഹേ ഭൂമി, നിന്നിൽ നിന്ന് ഞാൻ എടുക്കുന്നതെന്തോ അത് വേഗം വീണ്ടും മുളച്ചു വരട്ടെ. പാവനമായവളെ, ഞാൻ ഒരിക്കലും നിൻ്റെ മർമ്മങ്ങളെ, നിൻ്റെ ഹൃദയത്തെ പിളർത്താതിരിക്കട്ടെ. അങ്ങനെയാണ് വനത്തിലെ കാഴ്ചകളും. വനത്തിൽ നിന്നൊന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അല്ലെങ്കിൽ വനത്തിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അതിന് പകരം ഒന്ന് കിളിപ്പിക്കണമെന്നൊക്കെയാണ്. അതേ അപൂർവനം മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ഞാനീ നിൽക്കുന്ന സ്പോട്ടിലൊക്കെ എപ്പോഴും അനിമൽസിൻ്റെ ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാട്ടുപോത്തൊക്കെ റോഡിലുണ്ടായിരുന്നു. കുറേ നേരം നിന്നാണ് പോയത്. അതേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഫെൻസിങ്ങൊന്നും ഒരു വിഷയമല്ല. ഇതൊന്നും അത്ര പ്രോപ്പറായിട്ടുള്ള ഫെൻസിങ് അല്ല. ഇവിടെ കുഞ്ഞ് അരിമുളയൊക്കെ നിൽപ്പുണ്ട്. ആനകളുടെ തീറ്റയാണ്, കാട്ടുപോത്തിനും ഒക്കെ തിന്നാനായിട്ടുള്ള സ്ഥലമാണ്. ആ ഡേ ഒരാൾ തിരക്കി, ഒരു കാട്ടുപട്ടിയാണോ അതോ നാട്ടുപട്ടിയാണോ? രണ്ട് പേര് ഓടി വരുന്നുണ്ട്. നമ്മളെ കണ്ട് കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ വന്നിങ്ങനെ നിൽക്കുകയാണ് നമ്മളെ കണ്ടുകൊണ്ട്. ആക്രമിക്കുമെന്നറിയില്ല. ഇവരുണ്ടായിട്ട് നമുക്ക് മൃഗങ്ങളുടെ സാന്നിധ്യം അറിയാൻ പറ്റും. അരിപ്പ വനത്തിന്റെ മൂലയിൽ നിന്നുള്ള ഒരു ചെറിയ കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇവിടെ പോകാൻ വന്നതല്ല, പോയ വഴി മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയതാണ്. ഏതൊക്കെയാലും മനോഹരമായ കാഴ്ചകൾ, അരിപ്പയുടെ കാഴ്ചകളുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം. ഗ്രീൻ മീഡിയ വിഷന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും.